ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെയിൻ. മാഡ്രിഡിലെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റ് തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വലിയ പാർക്കിൽ നിറച്ച് മരങ്ങളാണ്. ഇറ്റാലിയൻ സിപ്രസ് ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ട് കൊതിയാവുമായിരുന്നു. പാർക്കിന്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് വ്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അറിയണ ആരെങ്കിലും വേണം. ജയചേച്ചി നമ്മുടെ ഗൈഡായിട്ട് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായി. ഒലിവ് ട്രീസും പാലവും എല്ലാം കടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താനായിട്ട്. പാലം കിടന്നപ്പോ ഒരു ചെറിയ പുഴ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. പിന്നെയും ഞങ്ങൾ നടന്നു. പിന്നെ ഒരു വലിയ മൊട്ടക്കുന്ന് കയറണം. ഈ മൊട്ടക്കുന്ന് കയറാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. സ്റ്റെപ്പ് വഴി കയറാനായിട്ട് പറ്റും, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് കുത്തനെ കയറി. അവിടെ വെച്ചിരിക്കുന്ന ശില്പം കാണാനാണ് എല്ലാവരും കയറുന്നത്. മാഡ്രിഡിലെ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ആ ഒരു ശില്പം. തലമുടിയൊക്കെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഒരു ശില്പം. അവിടെ നിന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ തന്നെ കിട്ടുമെന്നാണ് ജയചേച്ചി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ചെന്ന് നോക്കാം. ഇവിടം വരെ എത്തിയതല്ലേ. മുഖത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ഇനി നമ്മൾ കയറിയെടുത്തോളം കയറണ്ടല്ലോ, തിരിച്ചു വരുമ്പോ ഓടി ഇറങ്ങാലോ എന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് 21 അടി പൊക്കമുള്ളൊരു ശില്പം. എന്തായാലും എല്ലാവരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. അവിടെ നിന്ന് മാഡ്രിഡിനെ മൊത്തത്തിൽ അങ്ങോട്ട് കാണാൻ പറ്റും. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫീസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. മാഡ്രിഡിൽ ഇപ്പോൾ ഉടനീളം ഫീസ്റ്റ് നടക്കുകയാണ്. കായികപരമായിട്ടുള്ള കുറെ പരിപാടികൾ ഇവിടെ ഉണ്ട്. അതിലൊന്നിലെ ഇച്ചം പങ്കെടുത്തു. ഫുട്ബോൾ പോലത്തെ ഒരു സംഭവം തൊഴിക്കുന്നതാണ്. നമ്മൾ ആ തൊഴിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പവറിലാണ് തൊഴിച്ചെന്നുള്ളത് അവിടെ മെഷർ ചെയ്യും. നെക്സ്റ്റ് എന്റെ ഊഴായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്തു. അത് 790 ആയിട്ട് മാറി. എന്താ അല്ലേ. കായികപരമായിട്ടുള്ള അഭ്യാസങ്ങൾക്കൊടുവില് നമ്മളിവിടെ കുറച്ച് മലയാളീസിനെയൊക്കെ കണ്ടു കേട്ടോ. ഫീസ്റ്റിൽ ഇവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കമ്പനിക്ക് കുറച്ച് ആൾക്കാർ കിട്ടി. അങ്ങനെ ഇവരോട് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് മാറി ഈ ഒരു ഫീസ്റ്റ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇവരെ കണ്ടുമുട്ടിയത്. എന്തായാലും ഫീസ്റ്റിന് കമ്പനിക്ക് ആൾക്കാരായി. പിന്നെ ഞങ്ങള് അപ്പൂപ്പന്താടിയുടെ മിഠായി മേടിച്ചു കേട്ടോ. ഇതിന് ആക്ച്വലി അപ്പൂപ്പന്താടി മിഠായി എന്നല്ലേ പറയുന്നത്. അതും തിന്ന് കുറച്ചു നേരം ഞങ്ങൾ നടന്നു. ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് നോക്കി കഴിഞ്ഞപ്പോ ഒരു കസേര പോലും അവിടെ ഒഴിവില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന്. കണ്ടില്ലേ, മൊത്തം തിരക്കാണ്. പിന്നെ ക്യൂ നിൽക്കണം, അതിനുള്ള സാവകാശം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ സോളിലേക്ക് യാത്ര തിരിച്ചു. മാഡ്രിഡിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ അത് ആഘോഷിക്കുന്നത് സോളിലാണ്. സോളിൽ വന്നപ്പോഴാണ് ഇങ്ങനെ കുറെ കാഴ്ചകൾ കണ്ടത്. കുറെ വഴിയോര കച്ചവടക്കാര് കിടക്കാൻ സ്ഥലമില്ലാണ്ട് വഴിയരികിലൊക്കെ കിടക്കുന്ന പല പാവപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടു. മാഡ്രിഡ് എന്ന് പറയുന്ന ഇത്രയും വലിയ പട്ടണത്തില് ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ അതെ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇച്ചായ സോളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു പ്രദേശം. മാഡ്രിഡിലെ പാവപ്പെട്ട ജനങ്ങളുടെ പച്ചയായ ജീവിത രീതി കാണിച്ചു തരുന്ന ഒരു പ്രദേശമാണ് സോള്. പണക്കാരും ഇടത്തരക്കാരും മാത്രമല്ല, വളരെ പാവപ്പെട്ട ആളുകളും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും വിശപ്പിന്റെ വിളി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു തുടങ്ങി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോട്ടെ കേട്ടോ. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.